നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഈ ഗിഫ്റ്റ് തരുമ്പോൾ വെറുതെ തരാൻ പറ്റില്ല. ഞാൻ 1-2 ചോദ്യങ്ങൾ സിനിമയെക്കുറിച്ചുള്ള 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്കാണ് എൻ്റെ വക ഗിഫ്റ്റ്. റെഡിയാണോ? നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരാം. അവിടെ വന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് ഉത്തരം പറയുന്നവർക്ക് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതായത് നമ്മളെല്ലാവരും മലയാള സിനിമ കാണുന്നവരാണ് നമ്മളെല്ലാവരും. ഈ സിനിമയെ കുറിച്ചെന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന എത്ര പുതിയ താരങ്ങൾ വന്നാലും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന 2 താരങ്ങളാണ്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും പപ്പു. ഇവർ 3 പേരും ചേർന്ന് ഒന്നിച്ചഭിനയിച്ച ഒരു കോമ്പിനേഷൻ സീൻ ഡയലോഗ് ഞാനിവിടെ പറയും. ഈ ഡയലോഗ് കേട്ടതിന് ശേഷം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് പറയുന്നവർക്കാണ് എൻ്റെ വക ഗിഫ്റ്റ്. ഡയലോഗ് ശ്രദ്ധിക്കുക. എനിക്ക് വയ്യ വയ്യ വയ്യ, ഏതോ കണ്ണി ചോരില്ലാത്തവനെ തനിക്കറിയോ? ഞാൻ 3 ദിവസമായി ഉറങ്ങിയിട്ട് അതിനെങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പില് ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? എനിക്ക് വയ്യ, ഞാനെല്ലാം തുറന്നു പറയാൻ പോവാ. അപ്പോ കോട്ടസയിലെ നമ്മളെ ഡെറാഡോ ലക്ഷനെ കാണാൻ കോട്ടസയിലെ നമ്മൾ പോയത്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല കോട്ടസ നിന്റെ ഇത് ഏത് സിനിമയിലെ ഡയലോഗ്? ഓക്കെ, ഈ ഡയലോഗ് എല്ലാവർക്കും അറിയാം ചന്ദ്രലേഖയാണെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. ചന്ദ്രലേഖ എന്ന് എല്ലാവരും പറഞ്ഞു. എല്ലാവർക്കും പ്രൈസ് തരാനൊക്കെ ആണെങ്കിൽ എന്റെ വീടിന്റെ ആധാരം പണയം വെക്കേണ്ടി വരും അല്ലെ? അപ്പൊ അതല്ല ചോദ്യം. ഇതാണ്, പെട്ടെന്ന് എണീറ്റ് നിന്നോ അല്ലെങ്കിൽ ഇവിടെ എന്റെ അടുത്ത് വന്ന് പറയുന്ന ആൾക്കാണ് പ്രൈസ്. ചന്ദ്രലേഖ എന്ന ഈ സൂപ്പർ ഹിറ്റ് മല അവിടെ ഓട്ട മത്സരത്തിൽ നിൽക്കുന്ന പോലെ 4 ആൾ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓടാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടൊക്കെയാണ്. അപ്പോ ചോദ്യം ഇതാണ്, ചന്ദ്രലേഖ എന്ന ഈ സൂപ്പർ ഹിറ്റ് ലാലേട്ടൻ സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? പറയോ, ആരാ പറഞ്ഞേ? അതേ ഒരാളോടി വരുന്നുണ്ട്. എന്താണ് പറയും? ദൈവമേ, ഓടി വന്നുള്ളപ്പോ ഞാൻ വിചാരിച്ചു എന്നെ തല്ലാൻ വന്നാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോണ പോലെയാണ് അവിടെ നിൽക്കുന്നത് അല്ലെ? ദൈവമേ, പിടിച്ചിലും വെച്ചാൽ അളയിലിരിക്കണമെന്ന് പറഞ്ഞ പോലെയാണ് അല്ലെ? ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും പേരെന്താണ്? രാജേഷിന് എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. കറക്റ്റ് ആണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രലേഖ അത് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കൈയ്യടി കൊടുക്കണം അല്ലെ? ഓക്കെ, ഞാൻ കുറച്ചു നേരമായി അവിടെ നിന്ന് ശ്രദ്ധിക്കുന്നു. ഇവിടെ വളരെ മനോഹരമായിട്ട് ഈ പ്രോഗ്രാം കണ്ട് നമ്മളോടൊത്ത് സഹകരിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ വളരെ നല്ല രീതിയിൽ ഒരു പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ ഇരിപ്പുണ്ട്. മലയാളിയല്ലേ? അപ്പൊ എനിക്കൊരു ആഗ്രഹം ഒന്ന് പരിചയപ്പെടണം. ഞാനൊന്ന് പരിചയപ്പെടുകയാണ്. എന്താണ് മാഡത്തിന്റെ പേര്? പ്രേമ. പ്രേമയ്ക്ക് എന്നെ ഓർമ്മ. നമ്മൾ ഒരുമിച്ച് പണ്ട് 4ാം ക്ലാസ്സിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതും ഞാനെന്തോ പറഞ്ഞപ്പോൾ സ്ലേറ്റിന് തലക്കടിച്ച് 4 ദിവസം ഗവൺമെന്റ് ആശുപത്രിയിൽ കിടന്നതെല്ലാം ഇത്ര പെട്ടെന്ന് മറന്നുപോയി. മണ്ടിപ്പെണ്ണി പ്രേമി. നല്ലൊരു കൈ കൊടുക്കാൻ നമുക്ക് പ്രേമ ചേച്ചിക്ക്. അപ്പൊ ഞാൻ അടുത്തത് നമുക്ക് ചോദ്യം ചോദിച്ച സമയം കളഞ്ഞാൽ, കാരണം ഒരുപാട് പാട്ടുകൾ ഇവിടെ ഉണ്ട്. അടുത്തത് ഇവിടെ നാടൻ പാട്ടൊക്കെ പാടിയപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഒരു നാടൻ പാട്ട് പാടണം. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു നാടൻ പാട്ട് ഞാൻ പാടിക്കോട്ടെ? എനിക്ക് പാടാനൊന്നും അറിയില്ല, എന്നിരുന്നാലും നിങ്ങളെ പോലെ നല്ല ഓഡിയൻസിനെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മണിച്ചേട്ടന്റെ ഒരു നാടൻ പാട്ട് ഞാൻ പാടുകയാണ്. അത് പ്രസീലയോടും നമ്മുടെ വിനീഷേട്ടനോടൊക്കെ ചോദിച്ച അനുഭവത്തോടു കൂടി തന്നെയാണ് പാടുന്നത്. ഒന്ന് നേരിടുന്നില്ല ഡാൻസ് കളിക്കാൻ കുട്ടികളൊന്നും നിർത്തണം. ആരവരുടെ ഡാൻസ് കളിക്കണം? ആരുമില്ലേ? I'm
എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആസ്വദിക്കുന്ന കുറച്ചാളുകൾ മതി. നന്നായി ആസ്വദിക്കുന്ന കുറച്ചാളുകൾ അവർ മുമ്പിൽ തന്നെ ഉണ്ട്. ഏതായാലും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരും ഒന്ന് കൈയടിച്ച്. പ്രണയം ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെ നോക്കണ്ട. പ്രണയം മനസ്സിലുള്ളവരൊന്ന് കൈയടിച്ച് മതി. അവർക്കൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പാട്ട് ഇവിടെ പാടണമെന്ന് നമ്മുടെ ഉണ്ണീഷ്ണേട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം കാത്തു വെച്ചുകൊണ്ട് നമുക്ക് പാടാം. ചന്ദനക്കൊട്ടിന്റെ പിന്നെ പട്ടം കുറഞ്ഞാലെന്നുള്ള പാട്ടിന്റെ കുറച്ച് വരികൾ. ചന്ദനക്കൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറഞ്ഞതല്ലേ ചന്ദന പൊന്നേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല ചന്ദന പൊന്നേ ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ
ചേട്ടൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ? വിജയൻ പിള്ള ചേട്ടൻ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് മുന്നിലേക്ക് വന്നേ. എവിടെ? എന്നോട് പറഞ്ഞേ, വിളിച്ചാൽ ഞാൻ മുങ്ങുന്ന. കേട്ടുവിടെ ഓടാൻ സമ്മതിക്കരുത്. പോടാ മനുഷ്യൻ. എന്തിനാവട്ടെ, വിജയത്തിന് വേണ്ടി ഞാൻ 4 പേര് പാടത്തെ. എന്നോട് മിണ്ടാത്തേ വിജയേട്ടാ, എന്നെ കാണാത്തേ. ആ ബാക്കിലേക്ക് നോക്കി എല്ലാരും വിജയേട്ടൻ കഴിഞ്ഞിട്ടേ. എന്നെ മറന്നോ ചേട്ടാ, എന്റെ വിജയേട്ടാ, എന്നെ വെറുത്തോ ചേട്ടാ. വിജയേട്ടന്റെ ഭാര്യ ലീല ചേച്ചി എവിടെ? ഒന്നെത്തുന്നേ ലീല ചേച്ചി, ഒന്നെത്തുന്നേ. അപ്പൊ ലീല ചേച്ചി എന്നോട് പറയാണ്, ഞാൻ കുട്ടിക്കണ കഥയിലെന്തിന് കയ്യിലിട്ടളക്കണ പ്രസീത്, കയ്യിലിരിക്കണ കള്ളമരിപ്പ് ഈ കണ്ടത്തിലെ വേവൂല, ഈ കണ്ടത്തിലെ വേവൂല. ഞാൻ കുട്ടിക്കണ കഥയിലെന്തിന് കയ്യിലിട്ടളക്കണ പ്രസീത്, കയ്യിലിരിക്കണ കള്ളമരിപ്പ് കണ്ടത്തിലെ വേവൂല, കണ്ടത്തിലെ വേവൂല. ഇങ്ങനെ പാടാൻ തുടങ്ങിയാൽ നമ്മൾ ഓരോരുത്തരെ വെച്ചും പാടേണ്ടി വരും. എന്തെങ്കിലും അവിടെ വിജയത്തിനെ പോലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന്റെ നന്ദി. പ്രത്യേകിച്ചും കതിരേട്ടത്തിന് കൂടെ ഈ ഒരു വേദി പങ്കിടാൻ എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി. നമുക്ക് പോവാൻ മണിച്ചേട്ടൻ പാടി ഹിറ്റാക്കിയ കുറെ പാട്ടുകളുടെ ഒരു ചെയിൻ സോങ്ങിലേക്ക്. ഡാൻസേഴ്സ് റെഡിയല്ല? സീറ്റിലിരിക്കില്ല, എഴുന്നേറ്റ്. അവൾ കാലത്തെ എനിക്കുള്ള മുറ്റ അടിക്കൂല
കൂടെ പാടുകയാണ്. അതല്ല ആ വരിയുടെ അവസാന ഭാഗം കച്ച വാങ്ങാൻ പോയി, അത് മാത്രം. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഓരോ കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ കൊച്ചടയിലെ തോണി മുങ്ങിപ്പോയി. കൊച്ചു കുഞ്ഞിന്റെ അച്ഛൻ ഓരോ കച്ച വാങ്ങാൻ പോയി, കൊച്ചിയിലെ കൊച്ചടയിലെ തോണി മുങ്ങിപ്പോയി. ഊടപ്പുഴയാ